നവരാത്രി സ്ത്രീശക്തിയുടെ ആഘോഷം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസാഗർ പരിക്രമ ദൗത്യത്തിൽ 8 മാസം കടലിൽ താമസിച്ച ഇന്ത്യൻ നാവികസേനയിലെ 2 ധീര വനിതാ ഉദ്യോഗസ്ഥരെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. വിദ്യാഭ്യാസം, ശാസ്ത്രം, കായികം, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും രാജ്യത്തെ പെൺകുട്ടികൾ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ അഭിപ്രായപ്പെട്ടു. നാവികസാഗർ പരിക്രമയിലൂടെ സ്വപ്നം സാക്ഷാത്കരിച്ച 2 ഉദ്യോഗസ്ഥരോടും പ്രധാനമന്ത്രി അനുഭവങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. 2024 ഒക്ടോബർ 2-ന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 47,500 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ വർഷം മെയ് 29-നാണ് പര്യവേഷണം പൂർത്തിയാക്കി തിരിച്ചെത്തിയതെന്ന് लेफ्टिनेंट कमांडर दिलना प्रधानमंत्रियोട് പറഞ്ഞു. ये सर्कम नेविगेशन वो हमारे लिए ऐसी एक अपॉर्चुनिटी थी जो इंडियन नेवी और इंडियन गवर्नमेंट ने हमें दिया है और इस एक्सपेडिशन में हम लगभग 47,500 किलोमीटर सेल किया सर. हमने 2 अक्टूबर 2024 को निकला गोवा से और 29 मई 2025 को वापस आया. യാത്രയിലെ പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ച് ലെഫ്റ്റനന്റ് കമാൻഡർ രൂപ അനുഭവങ്ങൾ പങ്കുവച്ചു. യാത്രയിൽ 3 കൊടുങ്കാറ്റുകൾ നേരിടേണ്ടി വന്നുവെന്നും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി 6-7 ലെയർ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നുവെന്നും രൂപ പറഞ്ഞു. अंटार्कटिका में सर जब हम सेल कर रहे थे हमारा टेम्परेचर 1 डिग्री सेल्सियस और 90 किलोमीटर पर आवर का हवा दोनों एक साथ हमको सामना करना पड़ा था और हमने ठंड से बचने के लिए 6 to 7 लेयर कपड़े एक साथ पहनते थे और पूरा सदर्न ओशन हमने ऐसी 7 लेयर ऑफ क्लोथिंग से किया सर. एंड कभी कभी हम गैस स्टोव लेके हमारा हाथ को गर्म करते थे सर और कभी ऐसे सिचुएशंस भी होते हैं जब हवा बिल्कुल नहीं होता है और हम सेल्स पूरा नीचे करके हम ड्रिफ्ट होते रहता है. ദിൽനയെയും രൂപയെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി അവരുടെ കഠിനാധ്വാനം, വിജയം, നേട്ടങ്ങൾ എന്നിവ രാജ്യത്തെ യുവാക്കളെയും സ്ത്രീകളെയും പ്രചോദിപ്പിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയതാണ് യാത്രയിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷമെന്ന് ഇരുവരും പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഒരു പായ്വഞ്ചിയിൽ അവിടെ എത്തിയ ആദ്യ ഇന്ത്യക്കാരും ലോകത്തിലെ ആദ്യത്തെ വ്യക്തികളുമായി മാറിയിരിക്കുകയാണ് ലെഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽനയും രൂപയും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.